ആരാ അത്? ഗോപൻകുണ്ട. ഗോതമ്പുണ്ടയോ? ഗോതമ്പുണ്ടല്ല, ഗോപൻകുണ്ട. ഞാൻ തോട്ടത്തിൽ തുമ്മി. നീ തോട്ടത്തിൽ തുമ്മുവോ മുറ്റത്തും ഉള്ളൂ, അതെനിക്ക് വിഷയമല്ല. അല്ല, ആട്ട എന്നാ വന്നേ? ആട്ട എന്തിനാ വന്നത്? ആട്ടോ എന്നെ കൊണ്ട് വന്നത്. എന്നെ കൊണ്ട് വന്നാന്നോ? പക്ഷേ പശുവിനെ വളർത്താൻ ലോൺ തരാം. പക്ഷെ തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങൾ പശുവിനെ എടുത്തോണ്ടു. എടുത്തോണ്ടു പോകും? പിന്നെ ആരോഗ്യമൊക്കെ ഉണ്ടോ? പിന്നെ ഞെട്ടിയോണ്ടു. അപ്പൊ കോഴീനെ വളർത്താനാണെങ്കിലോ? കോഴീനെ എടുത്തോണ്ടു. അപ്പൊ കാറോ? കാറ് ഓടിച്ചോണ്ടു. ലോൺ എടുത്ത് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. മനസ്സിലൊരു പൂമാല കൊരുത്തു വെച്ചതാരാണ്? അയിലായോ ലായോ ലായോ എന്റെ പൊടിയും കൊച്ചാട്ടാ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? എന്നെ കൈവെള്ള കൊണ്ട് നടന്ന ആളാ. അപ്പൊ നേണ്ട കരിഞ്ഞ എന്റെ കയ്യിൽ വെള്ളയിലിരിക്കും. വിടരും മുമ്പ് കൊഴിഞ്ഞു പോയ എന്റെ പുഷ്പമേ, എന്റെ പൊടിയും കൊച്ചാട്ടാ, നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ കാശി കൊണ്ട് ഞാൻ ഒഴുക്കും. അതിന് കാശ് ഒരു പ്രശ്നമല്ല, ഞാൻ കാശി തന്നെ കൊണ്ട് ഞാൻ ഒഴുക്കും. നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ലോകം തന്നെ നന്നായി. ഈ ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട. ഭാരത് മാതാ കീ. ചായ നല്ല ചായ കുടിക്കല്ലേ കിട്ടുമ്പോഴത്തേക്കും സ്റ്റോറി ഇടണ്ടേ? സോറി. നോക്ക് ചിരിക്കാം. ഞങ്ങൾ ചായ കുടിച്ചു, നിങ്ങളോ? നല്ല ക്യാപ്ഷനില് രാവിലെ തന്നെ ഫേസ്ബുക്കിൽ കയറുവാണോ? ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാതെ പിന്നെ ഫേസ്ബുക്കിൽ തുണി അലക്കി ഇടാൻ പറ്റുമോ ചേട്ടാ? ചേട്ടാ, ഈ ദാമ്പത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ചോറും കറിയും പോലെയാ. ചേട്ടൻ ചോറും ഞാൻ കറി, രണ്ടും കൂടിയാലേ അതിനൊരു രസം ഉണ്ടാവുള്ളൂ. ശരിയാ, ഈ കറി എന്നും മാറി മാറി വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. നീയേ പച്ചച്ചോറ് തിന്നാ മതി. അത് നേരാ. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും എന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. നേരത്തെ തൊട്ട അപ്പം മയ്യത്താവുന്ന പറഞ്ഞേക്കണ കള്ളപ്പന്ന്. ഇവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കരുത് നിന്റെ ജസ്റ്റിസ് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടോ? ആരോടും കൂട്ടുകൂടണ്ടെന്നാ പറഞ്ഞത്. അതെന്താ? ഇവിടെ ആർക്കും കളിക്കാറില്ല. അങ്ങനെ പറഞ്ഞു തള്ള. മോനെ, അപ്പുറത്ത് വീട്ടിൽ ആ ചുറ്റി മേടിച്ചിട്ട് വന്നേ. അവരുടെ അടുത്തില്ലാന്നാ പറയണു. അവരടുത്തില്ല എന്നിട്ടൊന്നല്ല, തേഞ്ഞു പോകുന്ന വിചാരിച്ചിട്ട് എടുത്തു വെക്കണതാ. ഒരു കാര്യം ചെയ്, നീ നമ്മളെ ചുറ്റി എടുത്തോ. പത്ത് വർഷം മുമ്പ് എന്ത് സന്തോഷം നിറഞ്ഞായിരുന്നു നമ്മുടെ ജീവിതം അല്ലേ? അതിന് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമേ ആയിട്ടുള്ളൂ, അതുപോലും അറിയത്തില്ല. ആ, അതാണ് ഞാൻ പറഞ്ഞ 10 വർഷം മുമ്പേ. എടാ പൊട്ട, നീ ഇതിനായിട്ട് വേറെ നമ്പറിൽ നിന്നൊക്കെ വിളിക്കുന്നേ? ഇപ്പൊ ഒരു മരങ്ങോടൻ പെണ്ണ് കാണാൻ വന്നിട്ട് പോയതേ ഉള്ളൂ, നീ പിന്നെ വിളിക്കേ. അല്ല, ഇത് ഞാൻ. ഇതാരാ, അമലാണോ? അല്ല. വിവേക് ആണോ? അല്ല. അഭിഷേക്? അല്ല, ഞാൻ കുറച്ചു മുന്നേ തന്നെ പെണ്ണ് കാണാൻ വന്നതാ. ഇതെന്റെ വേറെ ഫോൺ നമ്പർ ആണെന്ന് പറയാൻ വിളിച്ചതാ. സോറി, ഞാൻ അവളുടെ ചേച്ചിയാണേ. ഞാൻ അവൾക്ക് കൊടുക്കാം. അവൾ എവിടെ പോയി? നീതു, ഇങ്ങ വാ, നിനക്ക് കോൾ ഉണ്ട്. ഞാനിതാ വരുന്നേ. ഹായ് ചേട്ടാ. ചേട്ടൻ വിളിച്ചായിരുന്നു എന്നെ? എന്താ വോയിസ് മോഡുലേഷൻ, എന്താ ഗെറ്റപ്പ് ചേഞ്ച്, എന്താ അഭിനയം. പണ്ടത്തെ സിനിമയിൽ ആൾമാറാട്ടം നടത്താൻ നസീർ സാറ് മറുകി വെക്കുന്ന പോലെ തന്നെയുണ്ട്. അത്ര പെർഫെക്ഷൻ ആയിട്ടുണ്ട്. കുട്ടിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പൊക്കൂടെ? കണ്ടുപിടിച്ച് അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടി. എടി, നിന്റെ ഇരട്ട പേര് ഇവരുടെ മുന്നിൽ നിന്ന് വിളിക്കട്ടെ? വേണ്ടടാ പ്ലീസ്, നാറ്റിക്കല്ലേ. ഞാൻ വിളിക്കും. വേണ്ടടാ പ്ലീസ്. വിളിക്കാൻ പോവാണേ. വേണ്ട. ഞാൻ ഇപ്പൊ വിളിക്കും. ഇപ്പൊ വിളിക്കും പറഞ്ഞോണ്ടിരിക്കാണ്ട് അങ്ങോട്ട് വിളിക്കടാതെണ്ടി. എനിക്ക് ഇരട്ട പേര് ഇഷ്ടം. എടാ പ്ലീസ്, നാറ്റിക്കല്ലേ. നീ പാവായോണ്ട് ഞാൻ വിളിക്കുന്നില്ല. ഓ തെണ്ടി, ഇവനെ കൊണ്ടൊരു ഉപകാരം ഇല്ലല്ലോ. നിനക്ക് വേണമെങ്കിൽ വിളിച്ചോ. ഓ വേണ്ട, നീ പാവല്ലേ. നാറി. ഇതിന്റെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞാ ഫാമിലി ഗ്രൂപ്പ് കൂടെ വിടാനാ. എന്നാ ചോയ്ക്ക്. വിവാഹം 2-ാം തീയതി ഉറപ്പിച്ചു, എല്ലാവരും 1-ാം തീയതി രാത്രിയിൽ എത്തണം. Second marriage, please come on first night. We will enjoy together.